ക്ലാസ്സിൽ പോയാൽ മതിയോ? ചിലപ്പോ പിള്ളേര് ഇപ്പൊ തന്നെ രണ്ടുപേരുണ്ടാവുള്ളൂ. അവര് 5 മിനിറ്റ് ചിലപ്പോ Good afternoon. Good afternoon. Basic of computers എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ? എടുത്തായിരുന്നു മിസ്സേ. നമ്മ മൈക്രോസോഫ്റ്റ് വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴയുടെ പ്രശ്നം വന്ന് നമ്മൾ ക്ലാസ് ബ്രേക്ക് ചെയ്തത് കേട്ടോ. ഓർമ്മയുണ്ടാ? ഉണ്ട് മിസ്സേ. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് മുതൽ നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് ആണ്. നമ്മള് ഡോക്യുമെന്റ്സ്, അതേപോലെ റിപ്പോർട്ടുകൾ, റെസ്യൂമെ, ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഡെവലപ്പ് ചെയ്തൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന PDF മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ആ ഒരു പേജ് അതൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ബിഗിനേഴ്സിനായാലും എനിക്കിത് ഒട്ടും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഇത് ടൈപ്പ് ചെയ്യാനും അതേപോലെ ബോൾഡ് ആക്കുക അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ബിഗിനേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടുതൽ നല്ല കംഫർട്ട് ആണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഡോക്യുമെന്റ് ക്രിയേഷൻ ഒക്കെയാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യണത്. പിന്നെ എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, പാരഗ്രാഫ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു പാരഗ്രാഫിന് കളർ മാറ്റാം. പിന്നെ നമ്മുടെ ഈ പേജ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് വേർഡിന് എഴുതിക്കുന്ന പേജിൽ ആദ്യം എന്ന് പറയണ ഒരു കൊടുത്തിട്ടുണ്ട്. എന്ന് പറയണത് അതേപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബോൾഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഹെഡിങ്. അപ്പൊ അങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ് ക്രിയേഷനും എഡിറ്റിംഗ് ഒക്കെ പറ്റുന്നുണ്ട്. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, നമുക്ക് വേർഡ് സോഫ്റ്റ്വെയർ എങ്കിലും നമുക്ക് മെയിൽ അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ റെസ്യൂമിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും, സെൻഡ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഫോർമാറ്റിംഗ് ടൂൾസ് ഉണ്ട്. നമുക്ക് വിചാരിക്കുമ്പോൾ ഒരുപാട് ഫോർമാറ്റിംഗ് ടൂൾസ് ഇവിടെ വേർഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വേർഡ് പ്രൊവൈഡ്സ് ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫോർ ടെസ്റ്റ്. നമുക്കിപ്പോ ടെസ്റ്റിന്റെ കളർ ചെയ്യാം. ഇപ്പൊ ബ്ലാക്ക് ആണ്, നമുക്ക് വേണമെങ്കിൽ പിങ്കോ അതേപോലെ റെഡോ എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഏരിയൽ ആണ്. നമ്മളിപ്പോ കാണുന്ന ഈ പേജിൽ കാണുന്നത് ഏരിയൽ ആണ്. അപ്പൊ കുറച്ചും കൂടി വേറെ സ്റ്റൈലൊക്കെ കൊടുക്കാം, സൈസ് കൂട്ടാം. ഇതിലിപ്പോ സാധാരണ ഇതിപ്പോ 12 സൈസ്. ചെറിയ ലെറ്റേഴ്സ് ഒക്കെ എഴുതിക്കുന്നത് ഇതൊക്കെ 12 സൈസ്. ചിലപ്പോൾ ഇത് ഒരു 14 16 ആയിരിക്കും സൈസ് നമുക്ക് കൂട്ടാനൊക്കെ ആയിട്ട് പറ്റും. എന്തെങ്കിലും മൈക്രോസോഫ്റ്റ് വേർഡിൽ പറ്റും. അങ്ങനെ ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ്.
സ്പെല്ലിംഗ് ചെക്കും ഗ്രാമർ കറക്ഷന്റെ കാര്യം പറഞ്ഞു. സ്പെല്ലിങ്ങുകൾ കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്പെല്ലിംഗ് അതിന്റെ അടിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, മിസ്റ്റേക്ക് ആണെങ്കിൽ റെഡ് കളറിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടാവും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ ഗ്രീൻ കളറിൽ ഒരു വരയായിരിക്കും. നമുക്ക് ഗ്രാമർ അവരെന്നാ ഓട്ടോ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിക്കോളും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇമേജുകളും അതൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു വേർഡിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന പേജ് ഉണ്ട്, വേർഡിന്റെ ഒരു പേജ് ആണ് കാണുന്നത്, ഡോക്യുമെന്റ് വണ്ണെന്ന് കാണുന്നത്. അത് നമ്മുടെ ഈ വേർഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്ന, ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ നമുക്കത് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇതേപോലെ ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ പിക്ചറായി ഇൻസേർട്ട് ചെയ്തിരിക്കണം. വേണമെങ്കിൽ നമുക്ക് ടേബിളോ ചാർട്ടോ ഇമേജോ എന്ത് വേണമെങ്കിലും വേർഡ് ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തീമൊക്കെ മാറ്റാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. തീമുകളൊക്കെ മാറ്റാം. വൈഡ് റേഞ്ച് ഓഫ് ടാബ്ലറ്റ്സ് തീംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള തീം എടുത്തിടാം റെസ്യൂമേക്കൊക്കെ ആയിട്ട്. അത് പറ്റും. ഇതാണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി പറയാൻ പോണ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മൾ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കയറ്റിയിടും. അത് എങ്ങനെ കയറ്റിയിടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണത്. നമ്മൾ ആദ്യം തന്നെ പറയണത് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യണത് പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെഡിക്കൽ റിപ്പോർട്ട്സ് ലെറ്റേഴ്സ് ഒക്കെ സെൻഡ് ചെയ്യാനും, അതേപോലെ റെഫറൻസ് ലെറ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഈ ഓരോ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് കൊടുത്തിട്ടുണ്ടാവും, അവര് ആ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ്, ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് എവിടെ ഇരിക്കും, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആ ഡോക്യുമെന്റ് കൊടുത്താൽ മതി, പേഷ്യന്റിന് മനസ്സിലാക്കും ഇന്ന് കഴിഞ്ഞിട്ട് ഇന്നതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രൗഷേഴ്സ്, അതേപോലെ ഹാൻഡ് ഔട്ട്, ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേൾഡിൽ നിന്ന് പ്രിന്റ് എടുക്കുന്ന പേപ്പേഴ്സ് നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോട്ടീസ് ഒക്കെ ആയിട്ട് കിട്ടൂലേ ഹോസ്പിറ്റലിന്റെ ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റിസർച്ച് പബ്ലിക്കേഷൻസ്, റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ പ്രൊജക്ട്, അതേപോലെ പി ജിക്കൊക്കെ പ്രൊജക്ട് തയ്യാറാക്കണ്ടാവും. ആ പ്രൊജക്ട് ഒക്കെ മൈക്രോസോഫ്റ്റ് വേൾഡ് ആണ്. അപ്പൊ ഇപ്പൊ എന്താണ് പറയാ, ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്യണ വല്ല റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചു വെക്കും. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഓരോരുത്തർ ഉത്തരവാദിത്വം എന്നൊക്കെ പഠിച്ചു. ആ ഡോക്യുമെന്റ്സ് എന്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, മൈക്രോസോഫ്റ്റ് വേൾഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. പേഷ്യന്റ് റെക്കോർഡാണ് ആദ്യം പറയണത്. ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് പറയണത് പേഷ്യന്റ് റെക്കോർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു കീപ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്. ഇലക്ട്രോണിക് ആയിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് റെക്കോർഡ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഡെമോഗ്രാഫിക്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട്. അപ്പൊ എന്താ പറയണത്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ടാവും. ഈ പേരിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് പേര് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഇന്ന അസുഖങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിസൾട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഡയഗ്നോസ് ചെയ്തതിന്റെ കാര്യങ്ങൾ, ഇന്നാൾക്ക് ഇന്ന അസുഖമാണ് എന്നുള്ള ഡയഗ്നോസ്. പിന്നെ ട്രീറ്റ്മെന്റിന്റെ പ്ലാൻസ്, ഇന്ന ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് കൊടുക്കണേ എന്നുള്ള കാര്യം. പിന്നെ പ്രോഗ്രസ് നോട്ട്, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ആ അസുഖം മാറുന്നുണ്ട്, അതിന് പ്രോഗ്രസ് ഉണ്ട്. ഇപ്പം ഷുഗർ ആണെങ്കിൽ ഇപ്പൊ ആദ്യം കൊടുത്തപ്പോ ഷുഗർ ഒരു 300 സംതിങ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തു, അതേപോലെ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം മെഡിസിൻ എടുത്തതിന് ശേഷം ഷുഗർ കുറഞ്ഞിട്ട് 200ലേക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നമ്മൾ മെഡിക്കൽ പേഷ്യന്റ് റെക്കോർഡിലേക്ക് കയറ്റിയിരുന്നു. അത് എന്തുകൊണ്ട് ഹെൽപ്പ് കൊണ്ടാണ്, നമ്മുടെ വേർഡ് സോഫ്റ്റ്വെയറിന് ഹെൽപ്പ് കൊണ്ടാണ് പറയുന്നത്. വേർഡ്സ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ എനേബിൾ ദ ഓർഗനൈസേഷൻ കസ്റ്റമൈസ് ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ ഫോർ ഈസി ആൻഡ് റിട്രീവൽ. അപ്പൊ വേർഡ് ഡോക്യുമെന്റ്സ് സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റെ പേരിലൊക്കെ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ട് ആ ഒരു ഫയൽ എടുത്ത് ഇന്ന പേഷ്യന്റെ പേര് ഇനിഷ്യലും അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആ ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ആണ് നമുക്ക് കാണാനായിട്ട് പറ്റണത്. ഓക്കെ, പേഷ്യന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേർഡ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. മനസ്സിലായല്ലേ? ഓക്കെ. ഇനി മെഡിക്കൽ റിപ്പോർട്ട്സും ലെറ്റേഴ്സും. ഇപ്പൊ ഈ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റെഫറൽ ലെറ്റർ, അടുത്ത ഡോക്ടർക്ക് റെഫറൽ ലെറ്റർ ഒക്കെ കൊടുക്കുമല്ലോ.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പേഷ്യന്റ് ആണ് എന്റെ അടുത്ത് ഇത്രയും വർഷമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണ പേഷ്യന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ സാറിന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റെഫറൽ ലെറ്റേഴ്സ്, അതേപോലെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മ ലാബിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മളെല്ലാ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഷുഗറോ അല്ലെങ്കിൽ തൈറോയ്ഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലാബ് റിപ്പോർട്ടൊക്കെ കിട്ടൂലേ, മെഡിക്കൽ റിപ്പോർട്ട്സ്. അതൊക്കെ എന്തിലാണ്, വേർഡിലാണ് അവർ ഓൾറെഡി അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസും പേരും മാത്രം എഡിറ്റ് ചെയ്ത് ആണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രിന്റ് എടുത്ത് തരുന്നത്. അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഡിസ്ചാർജ് സമ്മറി വേണമെങ്കിൽ അങ്ങനെ അതും, പിന്നെ അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വേർഡ് സോഫ്റ്റ്വെയറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കാട്ടെ, രണ്ടാമത്തെ പോയിന്റ് ആണ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ക്യാൻ യൂസ് വേർഡ് ടു ക്രിയേറ്റ് മെഡിക്കൽ റിപ്പോർട്ട്സ്. മെഡിക്കൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഫറൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഫറൽ ലെറ്റേഴ്സ്, ഡിസ്ചാർജ് സമ്മറി ആൻഡ് അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്. വേറെ എന്തെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ എനിക്ക് യൂസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റാൻഡ് SOPs. നോക്കി വയ്ക്കുക, ഷോർട്ട് ഫോം ആണ്. നമ്മിപ്പോ പഠിക്കുമ്പോൾ ഈ ഷോർട്ട് ഫോമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. SOPs വിത്തിൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് വേർഡ് ഡോക്യുമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ദീസ് ഡോക്യുമെന്റ് ഫ്രെയിം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർ വേരിയസ് പർപ്പസ്. ഓരോ പർപ്പസിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പ്രോട്ടോകോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതനുസരിച്ച് തന്നെ പോയാൽ മതി. ഇതൊക്കെ എന്തിലാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ വേർഡ് ഡോക്യുമെന്റിലാണ്. ഇനി എഡ്യൂക്കേഷൻ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞു. വേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് അവർക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച്, ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചോ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേർഡ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗഷേഴ്സ് ആയിട്ടോ ഹാൻഡ് ഔട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സ് ആയിട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഒരു എന്താ പറയാ, ബുക്കുകളൊക്കെ വെക്കണ പോലെ ഒരു ഇത് വെച്ചിട്ട് അതിൽ നോട്ടീസ് വെക്കാറുണ്ട് ഹോസ്പിറ്റലിൽ. പുതിയ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വന്നിട്ട് അതിനെ കുറിച്ച് നോട്ടീസുകളൊക്കെ നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. അവരിപ്പം കണ്ടിട്ട് സ്പെഷ്യൽ ഡോക്ടേഴ്സ് ആരൊക്കെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. പിന്നെ ഇന്ന ഡോക്ടേഴ്സ് ഇന്ന പോസ്റ്റിൽ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബ്രൗഷേഴ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ബ്രൗഷേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേർഡ് ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Healthcare professionals can generate visually engaging and informative document to teach the patient about various medical conditions, treatment options, preventive measures and lifestyle changes. അപ്പൊ ഹെൽത്ത് പ്രൊഫഷണൽസിന് വിഷ്വലി അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന അസുഖം കൊണ്ടാണ് പേഷ്യൻസിന് വിഷ്വലി കുറച്ചും കൂടി ഇമേജിലായിട്ട് ക്ലിയർ ആയിട്ടൊരു ഒരു പേജ് ഒക്കെ എടുത്ത് അതിൽ ഇന്ന അസുഖം ഇന്നത് കൊണ്ടാണ് വന്നത്, ഇതിന് ഇന്ന ട്രീറ്റ്മെന്റ് ആണ്, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇമേജും അതേപോലെ തന്നെ എക്സ്പ്ലനേഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മിപ്പോ ഒരു ഡോക്ടറിനോട് ഒരു പേഷ്യന്റിനോട് ഒരു കാര്യം നേരിട്ട് പറഞ്ഞു കൊടുക്കണേക്കാളും നന്നായിട്ട് നമ്മൾ അയാളോട് ഇപ്പൊ എന്താണ് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പ്രസന്റ് ചെയ്ത് ഒരു ഇമേജ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. വേർഡ് ബാക്കപ്പ് ദ ക്രിയേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡി, സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യാനും റിസർച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വേർഡ് ഡോക്യുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും വേർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ക്രിയേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്, ഒരുപാട് വൈഡ് റേഞ്ച് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് നമ്മുടെ വേർഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്, മെമ്മോസ് ഉണ്ട്, മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്, പോളിസീസ്, ബഡ്ജറ്റ് പോളിസി റിപ്പോർട്ട്സ്, ഇതെല്ലാം നമ്മൾ എന്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, വേർഡിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു വേർഡിനെ കുറിച്ച് പറഞ്ഞത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഒരു നമ്മുടെ മൈക്രോസോഫ്റ്റ് കമ്പനി സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്.
വേർഡ് ഡോക്യുമെന്റ് എന്താണ്? ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ അല്ലെ? ഇതെന്താ യൂസ് ചെയ്യണേ? യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ് ദ ഡോക്യുമെന്റ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. പിന്നെ എക്സാമ്പിൾ ആ പറഞ്ഞത് റൈറ്റിംഗ് ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, റെസ്യൂം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഫസ്റ്റത്തെ പറഞ്ഞ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് ഇത് മൈക്രോസോഫ്റ്റ് വേൾഡ്. ഡോക്യുമെന്റ് ക്രിയേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്, നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ഒന്നിനോട് ലിങ്ക് ചെയ്തിട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വേർഡ്സ് ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വേർഡിൽ പറ്റും. ഇവിടെ സ്പെല്ലിംഗ് ചെക്കും ഗ്രാമർ ചെക്ക് കറക്ഷനൊക്കെ പറ്റും. നമുക്കിനി ഇമേജോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനൊക്കെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാനോ അതിനെന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ആണെങ്കിലും വേർഡ് പറ്റും. നമുക്ക് തീംസ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ വേർഡ് സോഫ്റ്റ്വെയർ കൊണ്ട് എന്താണ് ഉപകാരം നമ്മൾ നോക്കിയത്. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേർഡ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം എന്താ പറഞ്ഞത്? പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേർഡ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്, മെഡിക്കൽ റിപ്പോർട്ട്സും ലെറ്റേഴ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേർഡ് ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതിന്റെ ഷോർട്ട് ഫോം നോക്കി വെക്കുക, SOPs. അപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വേർഡിൽ പറഞ്ഞിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ചും പബ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് വേർഡ്സ് ഡോക്യുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ വേർഡിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ വേർഡിനെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇത് ശരിക്കും പറഞ്ഞാൽ വേർഡ് ഒരിക്കലും തിയറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. വേർഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ ആയിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇവിടെ തിയറി പോർഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് തിയറി മാത്രം കവർ ചെയ്താൽ മതി. അതിലെ ഷോർട്ട് ഫോംസും അതിന് പറയുന്ന പേരുകളൊക്കെ എടുത്ത് നോക്കി വെക്കുക കേട്ടോ. കുഴപ്പമില്ലല്ലോ? വേർഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താ ജാസ്മിൻ? ഡൗട്ട് ഒന്നുമില്ല. അടുത്ത ടോപ്പിക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഇത് പവർ പോയിന്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് പ്രസന്റേഷൻസ് ഒക്കെ കാണിക്കാനാണ്. ചില മീറ്റിങ്ങിലൊക്കെ പ്രസന്റേഷൻസ് കാണിക്കും. ഓരോന്ന് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു പ്രസന്റേഷൻ, അതിൽ ഇമേജ് ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും, എന്നിട്ട് അത് സ്ലൈഡ് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഇമേജുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യും. ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് മെയിൻ ആയിട്ട് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ പേരെന്താണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ബോർഡിൽ യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇമേജ് ഒക്കെ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലൈഡ് ക്രിയേഷൻ ആണ്. ഓരോ സ്ലൈഡുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ സ്ലൈഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഉണ്ടോ? പിന്നെ നോക്കാം നമുക്ക്. Microsoft PowerPoint is broadly used presentation software developed by Microsoft. Microsoft develop ചെയ്ത ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. It permits the users to generate, edit, deliver dynamic and visually engaging presentation. നമുക്ക് ഇതില് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് യൂസേഴ്സിന് എഡിറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഡെലിവർ ചെയ്യാൻ ഡൈനാമിക് ആയിട്ടും വിഷ്വലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Here some main features and benefits of MS PowerPoint. എന്താണ് MS പോയിന്റ് എന്നൊക്കെ ചോദിച്ചത്? MS PowerPoint എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. സ്ലൈഡ് ക്രിയേഷൻ ആണ് പറയുന്നത്. നമുക്ക് ഓരോ സ്ലൈഡിൽ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡുകൾ മാറ്റി ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മീറ്റിംഗ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എക്സ്റ്റെൻഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫെയർ ഫോർ ജനറേറ്റിംഗ് സ്ലൈഡ്സ്. ഒരു യൂസർ ഫ്രണ്ട്ലി ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്പ്, ചാർട്ട് ആൻഡ് മൾട്ടി മീഡിയ എലമെന്റ്സ് ടു ദി സ്ലൈഡ്. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് ഒരുപാട് ടെസ്റ്റ് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് ടെസ്റ്റ് കൊടുക്കാം. എന്താടാ
ജാസ്മിൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ടീച്ചർ, ഇല്ല, അറിയാതെ ചെയ്തിട്ട്. സോറി, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറയാണ്ട് വിചാരിച്ചു. കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പുതിയൊരു ഷേപ്പോ ടെസ്റ്റോ ഒക്കെ ആയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ സ്ലൈഡ് എടുത്തിട്ട് അതിൽ ഇമേജ് ടെസ്റ്റ് കൊടുക്കുക. പോയിന്റ് ആയിട്ട് ടെസ്റ്റുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇമേജ് കൊണ്ടുവരാനായിട്ട് സ്ലൈഡിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ഇമേജ് ഇപ്പൊ ഡോക്ടർ പേഷ്യന്റ് കൂടെ ഇരിക്കുന്ന ഒരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ആ ഇമേജ് കൊണ്ടുവരാനായിട്ട് സ്ലൈഡിന് പറ്റും. പിന്നെ നമുക്ക് ചാർട്ടുകൾ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ ചാർട്ട്, ഇത്ര എക്സ്പെൻസ് ഉണ്ട്, ഇത്ര ഇൻകം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ട് ഒക്കെ വെച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഫൈൽ ഡയഗ്രാം, ലൈൻ ബാർ, അങ്ങനത്തെ ലൈൻ ഗ്രാഫ്, അങ്ങനെ ഒരുപാട് ഗ്രാഫുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ചാർട്ടിൽ പറയുന്നത്. പിന്നെ മൾട്ടിമീഡിയ എലമെന്റ്സും സ്ലൈഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഇനി സ്ലൈഡ് ഫോർമാറ്റിംഗ് ആണ്. സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഫോണ്ടിന്റെ തീം, ഫോണ്ട് കളർ കൊടുക്കുക, ഫോണ്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റും, അതിന്റെ തീം മാറ്റാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറ്റും, പവർ പോയിന്റ് പറ്റും. സ്ലൈഡ് ഫോർമാറ്റിംഗ് ഞാൻ പറയുന്നത് പവർ പോയിന്റ് ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ടു കസ്റ്റമൈസ് ദ അപ്പിയറൻസ് ഓഫ് ദി സ്ലൈഡ്. നമ്മളിപ്പോ കാണുന്ന ഒരു വൈറ്റ് കളറിലെ സ്ലൈഡ് ആണെങ്കിൽ അതിന്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എടുക്കാം. അങ്ങനെ അപ്പിയറൻസ് ഒക്കെ അതിൽ മാറ്റാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എവിടെ ഉണ്ട്, പവർ പോയിന്റിലുണ്ട്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ തീംസ്. നമുക്ക് തീംസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പച്ച കളറിലെ തീം, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ തീം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾട്ടർ ദ ഫോണ്ട്, ഫോണ്ടിന്റെ ഒക്കെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും അതിന്റെ കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. കളേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് യൂസ് ട്രാൻസിഷൻ ആൻഡ് അനിമേഷൻ ടു ഇംപ്രൂവ് വിഷ്വൽ അപ്പീൽ ആൻഡ് എൻഗേജ് ഓഡിയൻസ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എൻഗേജ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അനിമേഷൻ, കാർട്ടൂൺ ഒക്കെ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അനിമേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യണത്, കാണാനൊക്കെ ആയിട്ട്. ഇപ്പൊ നമ്മ കൊറോണയുടെ ഒക്കെ സമയത്ത് നമുക്ക് ഇതേപോലത്തെ പവർ പോയിന്റിന്റെ ചെറിയ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം തുമ്പാൻ പാടില്ല, അതേപോലെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞോളൂ. അങ്ങനത്തെ അങ്ങനെ ഒരു അനിമേഷൻ രൂപത്തിൽ സ്ലൈഡ് മാറി മാറി വന്ന രീതിയിൽ കാണിക്കാൻ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് വെച്ചിട്ട്, പവർ പോയിന്റ് വെച്ചിട്ട് കേട്ടോ. കണ്ടന്റ് സ്ലൈഡ്, പിന്നെ കമ്പാരിസൺ സ്ലൈഡ് ഒക്കെ പറ്റും, രണ്ട് സ്ലൈഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് മോർ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. സ്ലൈഡ് ലേ ഔട്ട് ആയതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ എഫേർട്ട് ഇൻ സ്ലൈഡ് ഡിസൈൻ, അതും സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആണ്. പവർ പോയിന്റ് പെർമിറ്റ് ഇൻസെർഷൻ ഓഫ് മൾട്ടിമീഡിയ ലൈക്ക് ഇമേജ്, ഓഡിയോ, വീഡിയോ ഫയൽ. അപ്പൊ നമുക്ക് പവർ പോയിന്റിലേക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇമേജസ് വേണമെങ്കിൽ നമുക്ക് അതിൽ കാണിക്കാൻ പറ്റും, ഓഡിയോസ് അത് പറയുന്ന സമയത്ത് നമ്മൾ സ്ലൈഡിന്റെ ഒപ്പം തന്നെ എന്താണ് ഓഡിയോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ കൂടി നന്നായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം സ്ലൈഡ് മാറുന്നതിനനുസരിച്ച് അത് അതിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൂടാണ്ട് വീഡിയോ ഫയൽ, ഇപ്പൊ സ്ലൈഡ് ഒക്കെ ഓക്കെയാണ്, സ്ലൈഡ് കഴിഞ്ഞിട്ട് വീഡിയോ ഇമേജ് കൂടെ അതിനൊപ്പം അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ പവർ പോയിന്റ് ഓപ്ഷൻസ് ഉണ്ട്. ദിസ് മേക്ക് ദ യൂസേഴ്സ് ഏബിൾ ടു ഇൻകോർപ്പറേറ്റ് വിഷ്വൽ ആൻഡ് അതോറിറ്റി എയ്ഡ് ഇൻടു ദെയർ പ്രസന്റേഷൻ. അത് കുറച്ചും കൂടി വിഷ്വലി എൻഗേജ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. മേക്കിംഗ് മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്, കൂടുതലായിട്ട് ഇന്ററാക്റ്റീവ് ആവാനും കുറച്ചും കൂടി എൻഗേജ് ആയിട്ട് നമുക്ക് തോന്നും എന്ത് സ്ലൈഡിലേക്ക് ഓഡിയോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ. ഇനി ഓവറോൾ ഇതിനെ കുറിച്ച് പറയാണ്. ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ്സ് എ പവർഫുൾ ഗ്രൗണ്ട് ഫോർ ജനറേറ്റിംഗ് വിഷ്വൽ അപ്പീലിംഗ് ആൻഡ് ഇംപാക്ട്ഫുൾ പ്രസന്റേഷൻസ്. കുറച്ചും കൂടി വിഷ്വലി നമുക്ക് നല്ല രീതിയിൽ പ്രസന്റേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഇറ്റ് ഈസ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. നമുക്ക് ബിഗിനേഴ്സിനായാലും സാധാരണ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് എന്ത് പറ്റും, പവർ പോയിന്റ് പറ്റും. വിഷ്വൽ അപ്പീലിംഗ് ആണ്, നമുക്ക് വിഷ്വലി അത് കാണാനായിട്ട് പറ്റും. പ്ലേ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലൈഡുകൾ ഇങ്ങനെ മാറി മാറി വരും. ഇത്ര ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത്ര ടൈം കഴിയുമ്പോൾ ഈ സ്ലൈഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ഇമേജ് വരും, അല്ലെങ്കിൽ മോളിൽ നിന്നാണ് വന്നെങ്കിൽ അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ സ്ലൈഡുകൾ എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ എൻഗേജ്ഡ് ആയിട്ട് ആ വീഡിയോസ് ഒക്കെ സ്ലൈഡിന്റെ പ്രസന്റേഷൻ അല്ലെ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണുന്നത് നല്ല രസമായിരിക്കും. ഇത് പറഞ്ഞു. ആൻഡ് കൊളാബറേറ്റീവ് ഫീച്ചേഴ്സ് മേക്ക് ഇറ്റ്സ് പോപ്പുലർ സെലക്ഷൻ ഫോർ പ്രൊഫഷണൽസ്, അതേപോലെ എഡ്യൂക്കേറ്റേഴ്സ്,
പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കണമെങ്കിൽ. ഇൻഡിവിജ്വൽ ഹൂ ലുക്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ എഫക്റ്റീവ് മാനർ. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമേജ് ഉള്ള രൂപത്തിൽ അല്ലെങ്കിൽ പവർ പോയിന്റിന്റെ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ, പ്രസന്റേഷൻ പോലെ അത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എൻഗേജഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്താണെന്നും പവർ പോയിന്റ് എങ്ങനെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ നമ്മുടെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം. ഇത് എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും പവർ പോയിന്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പവർ പോയിന്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പൊ മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് സമയത്ത് പവർ പോയിന്റ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മേക്സ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിങ് പ്രസന്റേഷൻ ടു ഔട്ട് ലെക്ചേഴ്സ് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോ ഒരു എന്താ പറയാ മെഡിക്കൽ കോളേജ് പഠിക്കുകയാണെങ്കിൽ അവിടെ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിഷ്വലി ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ പിള്ളേർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടക്ട് വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കാര്യമാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് നേരിട്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഇമേജുകൾ കാണിച്ചു കൊടുത്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം അവർക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് ആവശ്യമാണ്. അപ്പൊ ആ ഇമേജ് കണ്ടിട്ട് നമുക്ക് പിന്നെ അത് നേരിട്ട് പോയി വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽ ടു സ്റ്റാഫുകൾക്ക് ടീച്ചിങ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പവർ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ് ഇവർക്കൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് അവർക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കിപ്പോ PDF ഫയലാണ് കിട്ടിയിരിക്കുന്നത്. അത് അതിന് പകരമായിട്ട് പവർ പോയിന്റിന്റെ പ്രസന്റേഷൻ കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഇനി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പവർ പോയിന്റ് യൂസ് ചെയ്യണേന്നുള്ളതാണ് പറയണത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പവർ പോയിന്റ് യൂസ് ചെയ്യണേന്നുള്ളത്. ഒരു മിനിറ്റ്. ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പവർ പോയിന്റ് ഈസ് ജനറലി എംപ്ലോയിഡ് ഫോർ ക്ലിനിക്കൽ പ്രസന്റേഷൻ. ക്ലിനിക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ കോൺഫറൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് കോൺഫറൻസുകളും മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അവിടെ ഒരു പ്രസന്റേഷൻ എന്ത് ചെയ്യണം, നമുക്ക് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല പവർ പോയിന്റിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ലൊരു പവർ പോയിന്റ് നല്ല രീതിയിൽ അവർ ഒരു പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ആക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പാണ്. ഇപ്പൊ നമ്മ കാര്യം പറഞ്ഞു കൊടുക്കണേക്കാൾ കൂടുതൽ നമ്മുടെ നല്ല കയ്യിൽ നല്ലൊരു പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സിനിമയിൽ നിന്നുള്ള ഡയലോഗാണ്. ഈ ബ്രോഡ് ആഡിയിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു അഡ്വർടൈസ്മെന്റ് പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിശുക്കളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് അമ്മമാർ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഈ കുട്ടികളുടെ മാനസികാവസ്ഥ തന്നെ കാര്യങ്ങളായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസന്റേഷൻ ആണ് ആ സമയത്ത് അവിടെ കാണിക്കുന്നത്. ആ പ്രസന്റേഷൻ അതിനൊരു പവർ പോയിന്റ് നല്ല രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു എക്സാമ്പിൾ ആണ്. പവർ പോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത്. എന്തോ ഭയങ്കര കാര്യമാണ് ശ്രദ്ധിച്ചിരുന്നിട്ട് പിന്നെന്താണ് അത് ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെയൊക്കെ പ്രസന്റ് ഇപ്പൊ അദ്ദേഹം പറയണതും ആ പ്രസന്റേഷനും കൊണ്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് കൺവിൻസ് ആവാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് യൂസ് ചെയ്യാം, പവർ പോയിന്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ. ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഈ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ആ ഒരു ഫിലിമിന്റെ ആ ഒരു പോർഷനോട് അവസാനമൊക്കെ ആവുമ്പോൾ ഒരു പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ആ പവർ പോയിന്റ് വെച്ചിട്ടാണ് അവരത് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ. പിന്നെ ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് ഇറ്റ് ഈസ് ടു ഡിസ്പ്ലേ റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എന്ത് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്ലിനിക്കൽ ഔട്ട്കം ടു അതർ കോവർക്കേഴ്സ്, എൻഗേജിങ് നോളജ് ഷെയറിംഗ്, പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന് വേണ്ടിയിട്ടും പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഒരുപാട് വലിയ മീറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് ഒക്കെ ഹെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മളിപ്പോ ഇങ്ങനെ ഒരാളോട് കാര്യങ്ങൾ ഇങ്ങനെ ഇന്ന്
നിന്ന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേക്കാളും നന്നായിട്ട് നമുക്ക് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വിഷ്വലി അവർ കാണുന്നുണ്ട്, അതിന്റെ ഒപ്പം നമ്മൾ റിപ്പോർട്ടും കൂടി സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മ വോയിസിൽ നമ്മൾ കാര്യങ്ങൾ പറയുകയും കൂടി ചെയ്യണം. അപ്പൊ കൂടുതൽ അത് അവർക്ക് കൺവിൻസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് സെഷൻസ്. ഇതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? വലിയൊരു മീറ്റിംഗിലും അതേപോലെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആണെങ്കിലും അതേപോലെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് യൂസ് ചെയ്യാം? പ്രസന്റേഷൻസ് യൂസ് ചെയ്യാം. ഇറ്റ് അസിസ്റ്റിംഗ് വിഷ്വലൈസിംഗ് ഡാറ്റാസ്. അപ്പൊ നമ്മുടെ ഡാറ്റാസ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രസന്റിംഗ് റിപ്പോർട്ട്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ ഗോൾസ്, പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ പ്രസന്റേഷൻസ് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ കോൺഫറൻസ് ഒക്കെ നടത്തും. ഒരുപാട് ഡോക്ടേഴ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു കോൺഫറൻസോ മീറ്റിംഗ് ഒക്കെ ഇവന്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കൊരു കാര്യം അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പവർ പോയിന്റിൽ നല്ല 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 അടിപൊളിയായിട്ടൊരു പ്രസന്റേഷൻ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് അവരോട് കാര്യം പറയണേക്കാളും നല്ല രീതിയിൽ നമുക്കൊരു ഒറ്റ പ്രസന്റേഷൻ മതി. ഒരു 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രസന്റേഷൻ നമുക്ക് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് നേരം ഇന്ന് സംസാരിക്കുന്നേക്കാളും നല്ലൊരു പ്രസന്റേഷൻ, നല്ലൊരു ബെസ്റ്റ് പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നേരം കേൾക്കുമ്പോൾ അത് അവർക്ക് എന്താ പറയാ ഭയങ്കര ബോറൊക്കെ ആയിട്ട് തോന്നും. ഹോസ്പിറ്റൽ ഓഫ്റ്റൻ ടേക്ക് പാർട്ട് ഇൻ കോൺഫറൻസ്, ഹെൽത്ത് ഫെയർസ്, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. PowerPoint permit them to create visually captivating presentation to display their service, initiatives and achievements. അവരുടെ സർവീസ് എന്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളോ ഇനിഷ്യേറ്റീവ്സ്, അവർ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അവരുടെ അച്ചീവ്മെന്റ്, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഈ പവർ പോയിന്റ് വെച്ചിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. These presentations aid the hospital to attract the patients. അപ്പൊ ഇങ്ങനെ പ്രസന്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഹോസ്പിറ്റൽസിന് അതൊരു അട്രാക്ഷൻ, പേഷ്യൻസിന് വരാനുള്ള താല്പര്യം. കാരണം അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമേജ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് കുറച്ചും കൂടി താല്പര്യമാവും ഈ ഹോസ്പിറ്റലിൽ പോകാൻ. കുഴപ്പമില്ല, നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണ പോലെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണ ഒരു ഇമേജ് ഒക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാവും. എന്താണ് പറഞ്ഞത്? ദീസ് പ്രസന്റേഷൻ എയ്ഡ് ദ ഹോസ്പിറ്റൽ ടു അട്രാക്ട് ദ പേഷ്യന്റ്, ബിൽഡ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പ്രൊമോട്ട് ദർ ബ്രാൻഡ് ഇമേജ്, അവരുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാനൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇൻ ഷോർട്ട്, നമ്മൾ പ്രസന്റേഷൻ പവർ പോയിന്റിന്റെ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് മൾട്ടി ഫേസ് ടൂൾ യൂസ്ഡ് ഫോർ ഹോസ്പിറ്റൽ, ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ പ്രസന്റേഷന് യൂസ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു പേഷ്യന്റ് അസുഖമായിട്ട് വന്നിരിക്കണം, ആ അസുഖത്തിനെ കുറിച്ച് നമ്മളൊരു അദ്ദേഹത്തിനോട് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ലാപ്പിൽ ഇന്നതാണ് ഇപ്പൊ സാറിന് സ്റ്റേജ്, നമ്മളിപ്പോ ഇന്ന ട്രീറ്റ്മെന്റിലേക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രസന്റേഷൻ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ പേഷ്യന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഇനിഷ്യേറ്റീവ്സ്, കുറച്ചും കൂടി ക്വാളിറ്റി നമ്മൾ കൊടുക്കണം ആ ഒരു ട്രീറ്റ്മെന്റ് നല്ല എക്സ്പീരിയൻസ് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിസർച്ച് ഡിസ്മിനേഷൻസ്, റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അവതരിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെയുള്ള കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഇവന്റ്സ്, എക്സ്റ്റേണലി ഹാപ്പനിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രസന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വിഷ്വലി വിഷ്വലി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ നേരിട്ട് പറയണ ഓഡിയോ അതിനേക്കാളും കൂടുതൽ വിഷ്വലി ആണ് നമ്മൾ കാണണം. ആ പ്രസന്റേഷൻ നമുക്ക് കൂടുതൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിമീഡിയ capabilities and case of use make these essential software effectively conveying healthcare information with the hospital and beyond. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മീറ്റിങ്ങിനൊക്കെ നമുക്കൊരു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്താണ് മൈക്രോസോഫ്റ്റ് പ്രസന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാം പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞു മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആദ്യത്തെ സോഫ്റ്റ്വെയർ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് പറഞ്ഞത്, മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ വേർഡ് ആണ് പറഞ്ഞത്. അത് ഡോക്യുമെന്റ്സ്, ലെറ്റേഴ്സ്, റെഫറൽ ലെറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പവർ പോയിന്റിലേക്ക് വന്നപ്പോ
അത് അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. സ്ലൈഡ് ആയിട്ടാണ് ഓരോ സ്ലൈഡ് ഒരു പേജ് പോലെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ടൈം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേജ് വന്ന് പൊക്കോണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേജും നമ്മുടെ ഫ്രണ്ടിലേക്ക് ആ ഇമേജുകൾ വന്നോളും. പിന്നെ സ്ലൈഡ് ഫോർമാറ്റിംഗ് ഉണ്ട്, ഒരുപാട് തീംസ്, ഫോണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പവർ പോയിന്റിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്ലൈഡ് ലേ ഔട്ട്, നമുക്ക് ലേ ഔട്ട് കാണാനൊക്കെ പറ്റും. സ്ലൈഡ് ലേ ഔട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേ ഔട്ട് കാണാൻ പറ്റും. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ സ്ലൈഡ് വന്നത് അതിന്റെ ഓരോന്നിന്റെ ഓർഡർ ആയിട്ട് അത് വന്ന് കാണുകയൊക്കെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മൾട്ടിമീഡിയ ഇന്റർപ്രേഷൻ ഉണ്ട്. ഇപ്പൊ സ്ലൈഡ് വന്നതിന്റെ ഒപ്പം ഓഡിയോ കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി എന്താ നല്ല രീതിയിൽ അത് കിട്ടും. കുറച്ചുകൂടി ഓഡിയോയും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷനും ഒപ്പം തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ പവർ പോയിന്റിനെ കൊണ്ടുള്ള യൂസ് ആണ് പിന്നെ പറഞ്ഞത്. ഫസ്റ്റ് തന്നെ പറഞ്ഞത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ പ്രസന്റേഷൻസിന് യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, വല്ല കോൺഫറൻസിലോ മീറ്റിംഗിലോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഇന്ന് പവർ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ, നമ്മളൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ സ്റ്റാഫിനെയും ഇരുത്തി ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ പ്രസന്റേഷൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്, ഒരു നല്ല 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 എന്താ പറയുക, നല്ല പ്രോപ്പർ നല്ലൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഒരു വിഷ്വൽ എയ്ഡ് ആണ് അവർക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അത് അവർക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റും. നമ്മൾ നേരിട്ട് എന്തോരം കാര്യം സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേക്കാളും നല്ലത് പ്രസന്റേഷൻ നല്ലൊരു ഇമേജ് ഒക്കെ കൊടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അടുത്തൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിന് 3-5 സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആദ്യം നമ്മൾ വേർഡ് പറഞ്ഞു, പിന്നെ പവർ പോയിന്റ് പറഞ്ഞു, നെക്സ്റ്റ് എക്സൽ ആണ്. എനിക്ക് വേർഡും പവർ പോയിന്റിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ എക്സൽ ആണ്. കാരണം അതിൽ കാൽക്കുലേഷൻ ഉണ്ട്, ഒരുപാട് ട്രിക്സ് ഉണ്ട്. നമുക്ക് മാത്തമാറ്റിക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ട്രിക്സ്, ഒരുപാട് ഫോർമുലാസ് ഒക്കെ എന്തിലുണ്ട്, ഈ വേർഡ് സോഫ്റ്റ്വെയറിൽ ഹിഡൻ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മത് ഒരു പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് ഇന്നത്തെ യൂസ് ചെയ്യാൻ പറ്റും. ചില ഒരുപാട് ഈസി ആക്കും, നമ്മുടെ വർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. നമ്മളിപ്പോ എക്സൽ പഠിച്ചു തുടങ്ങുമ്പോ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അല്ല, അതിലെന്താ ഒരുപാട് നമ്മൾ പഠിച്ചു തീരാൻ പറ്റില്ല, അത്രയും ഒരുപാട് ഡീറ്റെയിൽസ് എക്സലുണ്ട്. നമ്മുടെ കീബോർഡ്സിൽ പല കീസും എക്സല് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് യൂസ് ചെയ്യും. അപ്പൊ ഓരോരുത്തരും ഷോർട്ട് കീ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോ പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആവുമ്പോ അത് മനസ്സിലാവും കേട്ടോ. ഇനി മൈക്രോസോഫ്റ്റ് എക്സൽ ഇസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ്, ഒരുപാട് റോസും ഒരുപാട് കോളംസ് ഒക്കെ ഉള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം, ഒരുപാട് കോളംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഒരുപാട് കോളംസ് ഉണ്ട്, റോസ് ഒരുപാടുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് എ വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ മാനേജ്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, ഡാറ്റാസ് ഒക്കെ മാനേജ് ചെയ്യാൻ, അനലൈസ് ചെയ്യാനും വിഷ്വലൈസേഷൻ ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹിയർ ദ ഷോർട്ട് നോട്ട് ഓൺ മൈക്രോസോഫ്റ്റ് എക്സൽ. എക്സലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. എക്സൽ പ്രൊവൈഡ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് ഫോർ ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡാറ്റ ഇൻ ടാബ്ലർ ഫോർമാറ്റ്, ടേബിൾ അങ്ങനത്തെ ഒരു രീതിയിൽ സ്പ്രെഡ്ഷീറ്റിന്റെ രീതിയിലാണ് നമുക്ക് ഡാറ്റാസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. യൂസേഴ്സ് ക്യാൻ വർക്ക്ഷീറ്റ് input data, customize layout, formatting, formulas to meet their specific requirements. അപ്പം ഈ ടോട്ടലൊക്കെ കാണാനായിട്ട് അവിടെ ഈക്വൽസ് കൊടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതിൽ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ആൻസർ വരും. ആ ആൻസറിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളിലും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിന്റെയും കൂടി ആൻസർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരും. അല്ലെങ്കിൽ വേണ്ട നമ്പേഴ്സ് എന്ന് വിചാരിക്കും, സാധാരണ നമ്പേഴ്സ് 1, 2, 3 എന്ന് ഇട്ടിട്ട് അത് പിന്നെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിൽ നമ്പേഴ്സ് എന്തോരം വേണമെങ്കിൽ നമ്പേഴ്സ് വരും. അത് എന്താ പറയുക, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഡാറ്റ അനലൈസ്. Excel offered wide scope of functions, formula, data analyze tool that make users able to carry out complex calculation.
ഒരുപാട് വലിയ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് എക്സൽ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഈ ഫോർമുല ഈക്വൽ കൊടുത്ത് ആ ഫോർമുല ആഡ് ചെയ്ത് എൻ്റർ കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂട്ടണം. ഒരുമിച്ച് ഒരുപാട് 500 ആൾക്കാർക്ക് എന്താണ് ഒരു 500 പേഷ്യൻസിന്റെ എന്താണ് നമ്മുടെ എമൗണ്ട് ബിൽ എമൗണ്ട് ഒരുമിച്ച് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ അത് ഒരുമിച്ച് ആഡ് കൊടുത്തിട്ട് ആഡ് ഫംഗ്ഷൻ ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ആഡ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ ഒരുപാട് കാൽക്കുലേഷൻ ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓൺ ലാർജ് ഡാറ്റാ സെറ്റ്. ഒരുപാട് വലിയ ഡാറ്റാ സെറ്റ് നമുക്ക് നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് എക്സൽ പറ്റും. കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷനും സിമ്പിൾ ആയിട്ട് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? എക്സലിൽ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് എംപ്ലോയ്സ് ടാസ്ക് ലൈക്ക് സ്റ്റോറിംഗ്, ഫിൽറ്ററിംഗ്, സമ്മറൈസിംഗ് ഡാറ്റ, മേക്സ് ഇറ്റ്സ് എ നെസസറി ടൂൾ ഫോർ ഡാറ്റ ഡ്രൈവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഫിൽറ്റർ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഏജ് ബിലോ 14 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 14 താഴെയുള്ള ആൾക്കാരുടെ മാത്രം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏജ് എബോവ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 50 എബോവ് ഉള്ള ആൾക്കാരുടെ മാത്രം ഡീറ്റെയിൽസ് വരും. ഇനിയിപ്പോ ഡയബറ്റിക് പേഷ്യൻസിന്റെ ലിസ്റ്റ് ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പല അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഡയബറ്റിക് പേഷ്യൻസിന്റെ മാത്രം ലിസ്റ്റ് നമുക്ക് കാണാനൊക്കെ അതേപോലെ ഫിൽറ്റർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. എന്തില് വേർഡ് എക്സലിലാണെങ്കിൽ കൂടുതൽ പറ്റും. ഇനി ഫോർമുലാസ് ഫംഗ്ഷൻസ് പറഞ്ഞു കാരണം ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സലിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. Excel extensive library for built-in formulas and functions permit users to carry out calculation on data automatically. Automatically നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം സിമ്പിൾ ആണ്. കാരണം ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഇരുന്ന് കണക്കൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആൻസർ കിട്ടുകയാണ്. ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഇക്വേഷൻ അടിച്ച് കോഡ് അടിച്ച് കൊടുത്താൽ മതി. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളൂ. കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആണ്. കാരണം എക്സൽ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. Excel provides strong chart tool that permit users to put forward data visualized through different types of chart, graph, pivot table. അപ്പൊ നോക്കി pivot table ക്രിയേറ്റ് ചെയ്യാനും ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എക്സൽ പറ്റും. നമുക്കിപ്പോ ഒരു പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്താണ് ഇൻസൈഡ് ചെന്നിട്ട് ഒരു ചാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ലൈൻ ഗ്രാഫ് ആണോ പാരഗ്രാഫ് ആണോ അങ്ങനത്തെ ഗ്രാഫുകളൊക്കെ വരും. അപ്പൊ അത് ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവരെ നമുക്ക് കൊടുത്ത ഡാറ്റ അനുസരിച്ചുള്ള ചാർട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ആവും. നമ്മൾ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡിൽ പോയി ചാർട്ട് കൊടുത്തു ചാർട്ട് നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ കുറച്ചും കൂടി വിഷ്വലൈസേഷൻ ആണ്. This makes easier to explain and communicate complex data pattern, trends and relationship. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 80% വരെ എന്താ പറയാ 80% ആൾക്കാർ നമുക്കിപ്പോ എന്താണ് ഇങ്ങനത്തെ അസുഖങ്ങളിൽ വരുന്ന ആൾക്കാരാണ്. ബാക്കി 20% കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരുന്ന അസുഖങ്ങളിൽ വരുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അസുഖങ്ങളാവട്ടെ പനിയും ഇതായിട്ട് വരുന്നത് 40%. അല്ലാതെ ലൈഫ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ തിരിച്ചു വരെ നമുക്ക് എന്ത് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തിലും എക്സലിൽ പറ്റും എന്നാ പറഞ്ഞത്. ഇനി ഡാറ്റ മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. Excel lets the users effectively manage and manipulate large volume of data. ഒരുപാട് വലിയ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആണെങ്കിൽ നമുക്കത് എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓഫർ ദ ഫീച്ചേഴ്സ് സച്ച് ആസ് സോർട്ടിംഗ്, filtering, validation, data consolidation, data input and export, making users able to organize and utilize data effectively. നമുക്ക് ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനൊക്കെ നമ്മുടെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. എക്സലിൽ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഡാറ്റാസ് ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് വേറെ സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുത്താൽ മതി. എന്നിട്ട് ആ സ്പ്രെഡ്ഷീറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ലിസ്റ്റ് മാത്രമാണെങ്കിൽ ആ ലിസ്റ്റ് മാത്രം വരും. ഈ പേഷ്യൻസിന്റെ ലിസ്റ്റ് ഫോൺ നമ്പറും വേണമെങ്കിൽ ഫോൺ നമ്പറും കൂടി അതിൽ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി സോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓർഗനൈസ് ചെയ്യാനൊക്കെ ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. ഡാറ്റ മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഡാറ്റ മാനേജ്മെന്റ് പറഞ്ഞു ഫിനാൻഷ്യൽ അനലൈസിന് നമുക്ക് എന്ത് എക്സൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും എക്സലിൽ പറ്റും. ഇപ്പൊ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതേപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് ഉണ്ടാവും. ഇപ്പൊ
നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ഹോസ്പിറ്റലുകളിലും അങ്ങനത്തെ റിപ്പോർട്ടുകൾ ആവശ്യമുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും എന്ത് യൂസ് ചെയ്യേണ്ടത്? എക്സൽസ് യൂസ് ചെയ്യേണ്ടത്. Excel is extensively used in financial analysis and modeling. Financial analysis and modeling Excel use ചെയ്യുന്നത്. It offers specialized functioning for financial calculation. Calculations financial calculation വേണ്ടി Excel യൂസ് ചെയ്യുന്നത്. അതിലാണ് പറയുന്നത് NPV നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ്സിൽ നിന്ന് അതിന്റെ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടും. അസറ്റ്സിന്റെ റേറ്റ് കൊടുക്കാം, ഡിപ്രിസിയേഷൻ കുറയ്ക്കാം, കാണിക്കാം, ഇപ്പുറത്ത് എന്ത് നെറ്റ് പ്രസന്റ് വാല്യൂ കൊടുക്കുക. അപ്പൊ അസറ്റ്സ് മൈനസ് ഡാഷ് ഈക്വൽ. അപ്പൊ ആ കോളത്തില് NPVയുടെ കോളത്തിൽ ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽസ് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ കോളം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൈനസ് കൊടുക്കുക, രണ്ടാമത്തെ കോളം കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ വന്നു. എന്നിട്ട് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അസറ്റ്സിന്റെ അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ നമുക്ക് ഒരുമിച്ച് കിട്ടും. IRR ഇതേപോലെ നമ്മൾ ആ റേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് അത് ആൻസർ കിട്ടും. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗ്. അപ്പൊ എക്സൽസ് മെയിൻ ആയിട്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എക്സൽസ് യൂസ് ചെയ്യുന്നുണ്ട്. In short, Microsoft Excel is manipulated and widely used spreadsheet software that facilitates data management. ഇത് കൂടുതലായിട്ട് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇത് പേരുണ്ട് കേട്ടോ. വേർഡിന് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്നാണ് പേരെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നായിരുന്നു പേര്. മൈക്രോസോഫ്റ്റ് വേർഡിന് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പൊ പേര് നോക്കി വെക്കണം. ഡാറ്റ ഫെസിലിറ്റേറ്റ് ഡാറ്റ മാനേജ്മെന്റ്, അനലൈസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇത് കുറച്ച് ഡാറ്റ മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വൈഡ് ഫീച്ചേഴ്സ്. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പിന്നെ ഒരുപാട് ഫോർമുലാസ് ഒക്കെ നമുക്ക് എന്തിലുണ്ട്? എക്സലുണ്ട്. ഫങ്ഷൻസ്. ഇറ്റ് ആൻ ഇന്നോവേറ്റബിൾ ടൂൾ ഫോർ ബിസിനസ്, ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ്, അനലിസ്റ്റ്, റിസർച്ചേഴ്സ്, ഇൻഡിവിജ്വൽസ് ഹു വർക്ക് വിത്ത് ഡാറ്റാസ്. നമ്മുടെ ഡാറ്റാസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക്, ബിസിനസ്സുകാർക്ക്, ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിന്, അനലിസ്റ്റുകൾക്ക്, റിസർച്ചേഴ്സിനും ഇൻഡിവിജ്വൽസിന് പോലും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർമുലാസ് ഒരുപാടുണ്ട്. നമ്മളിപ്പോ എക്സൽ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം എക്സൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എക്സല് ഫുൾ ആയിട്ട് അങ്ങോട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതില് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് നല്ല രീതിയിൽ എന്താ പറയാ സിസ്റ്റം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ എന്താ പറയാ മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ് ഒക്കെ സാധാരണ യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എക്സലിന്റെ ബേസിക് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ആഡും ലെസ് ഒക്കെ ചെയ്യണതൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ അതിന്റെ ഒരു ഹൈ ലെവലിലേക്ക് പോകണമെങ്കിൽ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു എക്സൽ സോഫ്റ്റ്വെയർ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന സ്റ്റോക്ക്, സിംബൽസ്, ഡേറ്റ് ഓഫ് അക്യൂർ എന്നാ വാങ്ങിച്ചെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷെയർസ് പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ പ്രൈസ് പെർ ഷെയർ പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ കോസ്റ്റ് ഒരു ഷീറ്റാണ്. അവർക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റ്, ലോസ്, പെർസെന്റേജ് ഓഫ് ഗെയിൻ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട. ഇതൊക്കെ ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. കണ്ട, ഇത് ഫയലിന്റെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു ഫയലിലാണ്. പിന്നെ എഡിറ്റ് ഫയലിന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് വരും. എഡിറ്റ് ഉണ്ട്, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. വ്യൂ ഉണ്ട്. പിന്നെ ഇൻസേർട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എന്നൊക്കെ പറയില്ല, അവിടെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. പിന്നെ ഡാറ്റാസ്, പിന്നെ ഇവിടെ കണ്ട ഏരിയൽ എന്നുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ആ ഫോണിന്റെ കളറാണ് ഏരിയൽ. സൈസ് കൊടുത്തിരിക്കുന്നത് 10 ആണ്. ബോൾഡ് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഇറ്റാലിക്സ്, അണ്ടർലൈൻ, യുടെ താഴെ അണ്ടർലൈൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ സൈഡിലേക്ക് ചേർന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. നടുക്കാണ് വേണമെങ്കിൽ അടുത്തതായിരുന്നു. പിന്നെ അങ്ങനെ. പിന്നെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് അതിന് പെർസെന്റേജ് ചെന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പെർസെന്റേജ് കിട്ടും. പിന്നെ ഇവിടെ റെഡ് കളർ ആണല്ലോ, അത് ഈ എ എന്ന് പറയുന്ന ആ ബോക്സിൽ എടുത്ത കളറാണ് ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എക്സൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ എക്സൽ ഹോസ്പിറ്റലില് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സലിനെ കുറിച്ചല്ല, ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് MS എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യണമെന്ന് നോക്കുന്നത്. ഡാറ്റ മാനേജ്മെന്റ് അനലൈസ്, നമ്മുടെ ഡാറ്റാസ്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ ഡാറ്റാസ്, ഇൻവെന്ററി മാനേജ്മെന്റ്. മെയിൻ ആയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ഇന്ന മെഡിസിൻ വന്നിട്ടുണ്ട്, ഈ മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും അതേപോലെ എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാല് അത് നമ്മൾ
ഹോസ്പിറ്റലിലേക്ക് എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പർച്ചേസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ എത്ര രൂപയാണ്, എത്ര യൂണിറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിന് ടോട്ടൽ എത്ര രൂപ പ്രൈസ് വന്നു, സപ്ലയറിന്റെ പേര്, ഇതെല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു സ്പ്രെഡ്ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിലുണ്ടാവും. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സലിൽ പറ്റും. ഈ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഡേറ്റ് വന്ന ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതിന്റെ റേറ്റ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. Data management and analytics. MS Excel offers strong tool for controlling and analyzing vast amount of data. ഒരുപാട് amount of data നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും അനലൈസ് ചെയ്യാനും MS Excelൽ പറ്റും. ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യന്റ് ഇൻഫർമേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞു ഞാൻ, സ്റ്റോക്ക്, മെഡിസിൻ ഒക്കെ വരുന്ന കാര്യങ്ങൾ, എക്യുപ്മെന്റ്സിന്റെ ഒക്കെ കാര്യങ്ങൾ എൻട്രി ചെയ്യും. അതേപോലെ എക്യുപ്മെന്റ്സിന് വല്ല ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വരും. ക്യാൻ ഓൾ ദ എഫക്റ്റീവ്ലി പ്ലാൻഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്. ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്താണ് മേക്ക് യൂസ് ഓഫ് makes as able to effectively find and analyze data. നമുക്ക് ഫൈൻഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സോർട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, ഡാറ്റ വാലിഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. The software functionalist like sorting, filtering, data validation make us able to effectively find and analyze data and provide valuable insight for decision making and resource allocation. റിസോഴ്സ് അലോക്കേഷന്റെ കാര്യത്തിലായാലും നമുക്ക് ഡിസിഷൻസ് എടുക്കാനും ഈ ഡാറ്റാസ് നോക്കിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ തീരുമാനം എടുക്കണമെങ്കിൽ എന്തോ എക്സലിലെ ഡാറ്റാസ് യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. പേഷ്യൻസിന്റെ ഷെഡ്യൂളിംഗ് ടൈമിൽ പേഷ്യന്റ് ഇന്നതാണ് ടൈം, ഇന്ന ടൈമിനുള്ളിൽ പേഷ്യൻസ് ഇവിടെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എക്സൽ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ യൂസ് ടു ക്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാക്ക് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ്, അടുത്ത പേഷ്യന്റിന് അടുത്ത ആളാണ്, ആ ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓർഗനൈസ് ഓർ ഡോക്ടേഴ്സ് ഷെഡ്യൂൾ. ഡോക്ടേഴ്സിന്റെ ടൈം അനുസരിച്ച് അവരുടെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനും കുറച്ചുകൂടി എക്സലിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനലൈസ്. Excel calculation features and formulas like it is a typical tool for budgeting. നമുക്ക് ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസ് വെച്ച് നമുക്ക് പ്രോഫിറ്റ് ഇത്രയുണ്ട്, ലോസ് ഇത്രയുണ്ട്, ഇത്ര എക്സ്പെൻസ് ആണ്, നമുക്ക് ഇത്രയും ഇൻകം വന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ ചെലവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് കൂടുതൽ എന്തെങ്കിലും ഈ എക്സൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പറ്റും. എക്സൽസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സൽ കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുല മേക്സ് ഇറ്റ് ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗിന് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അനലൈസ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്, കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഫിനാൻഷ്യൽ അനലൈസിന് വേണ്ടി യൂസ് ഉണ്ട്. പെർഫോമിംഗ് സ്പ്രെഡ്ഷീറ്റ് ഫോർ ബഡ്ജറ്റ് പ്ലാനിങ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കി, ബഡ്ജറ്റ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ട്രാക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, റവന്യൂ പ്രൊജക്ഷൻസ് പ്രൊജക്ടേഷൻ എന്ന് വെച്ചാൽ റവന്യൂ ഇത്രയും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കോസ്റ്റ് അനലൈസ്, നമ്മുടെ കയ്യിൽ ഇത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. വി ക്യാൻ ബെറ്റർ ഹാൻഡിൽ ഫിനാൻസ്. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ദ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. എവിടെയൊക്കെയാണോ ഇംപ്രൂവ്മെന്റ് വന്നേന്നുള്ള ആ ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മേക്ക് ഇൻഫോർമഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. മുൻകൂട്ടി തീരുമാനങ്ങൾ, ഫിനാൻഷ്യലി മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് എക്സൽ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, എക്സലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് എക്സലിൽ യൂസ് ചെയ്യുന്നത്. എക്സൽ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി. നമ്മുടെ എക്സൽ എന്തിനു യൂസ് ചെയ്യാം, കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനും ഇൻവെന്ററി മാനേജ്മെന്റ് യൂസ് ചെയ്യാം. വിച്ച് ഇൻക്ലൂഡ് മെഡിക്കൽ സപ്ലൈസ്. മെഡിക്കൽ സപ്ലൈസ് അതിൽ വരുന്നുണ്ട്, എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, മെഡിക്കൽസ് മെഡിസിൻസിന്റെ ഒക്കെ കാര്യങ്ങൾ. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ് ഓഫ് സ്റ്റോക്ക് ലെവൽ. അപ്പൊ സ്റ്റോക്ക് ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ കയ്യിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ട്, അപ്പൊ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷോർട്ടേജ് വരുന്ന പ്രശ്നം വന്നില്ല. അതേപോലെ അതിന്റെ എക്സ്പയറി ഡേറ്റ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. റീഓർഡറിംഗ് ത്രെഷോൾഡ്. റീഓർഡറിംഗ് ഡേറ്റ് എന്നാണ്, ഇത് എത്ര ആവുമ്പോൾ നമ്മൾ റീഓർഡർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലെ സ്പ്രെഡ്ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് റീഓർഡർ റേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാം. അതിന് സപ്ലൈ ചെയ്യണ്ട, ആ മെഡിസിൻ മാറ്റിക്കോ, നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്, അതേപോലെ ആ മെഡിസിൻ ആർക്ക് കൊടുക്കുക, നമ്മുടെ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം മെഡിസിൻ എക്സ്പയർ ചെയ്ത് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ചെയ്യരുത്, കാരണം പേഷ്യൻസിന്റെ ലൈഫിന് അത് ബാധിക്കും. വി ക്യാൻ അവോയ്ഡ് സ്കേഴ്സിറ്റി ഓർ ഓവർ സ്റ്റോക്കിംഗ്. ഇതുവഴി നമുക്ക് സ്കേഴ്സിറ്റി, മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യണ ആ ഒരു പ്രശ്നം, സ്കേഴ്സിറ്റി കുറവ്,
ചില മെഡിസിന് പെട്ടെന്ന് ഡിമാൻഡ് അങ്ങനെ വരും. അപ്പൊ അങ്ങനത്തെ സ്കേഴ്സിറ്റീസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓവർ സ്റ്റോക്കിങ്, ചില മെഡിസിൻസ് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നല്ലൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഓവർ സ്റ്റോക്കിങ് സ്കേഴ്സിറ്റിയും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ, നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പൈസക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോസ്റ്റ് കുറവായിട്ട് യൂസ് ചെയ്യും. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പൊ കോസ്റ്റ് കുറവായിരിക്കും. അപ്പൊ എക്സലിന്റെ കാര്യമാണ് പറഞ്ഞത്, എന്തിനൊക്കെ വേണ്ടിയിട്ട് എക്സൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. ഇതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. എക്സൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഇത്. അത് കാരണം സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. ഡാറ്റ അനലൈസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഫോർമുലാസും ഫങ്ഷൻസും ഉണ്ട്. പിന്നെ ഡാറ്റ വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ മാനേജ്മെന്റ്, ഫിനാൻസ് അനലൈസിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ മാനേജ്മെന്റ് അനലൈസിന് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ ഷെഡ്യൂളുകൾ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനലൈസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എക്സൽസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സലിന്റെ വലിയൊരു ഹെൽപ്പ് ഉണ്ട് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് എക്സൽ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ യൂസ് ചെയ്തിരിക്കാൻ മതി. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനാണ് ഇന്ന് എടുത്തത്. മൈക്രോസോഫ്റ്റ് എക്സൽ എടുത്തു, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എടുത്തു, പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറയണില്ലല്ലോ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ടൈം കഴിയാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആ പോർഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മളോട് ചോദിക്കാം. താങ്ക് യു. താങ്ക് യു മിസ്.